ഷോക്കിൽ നമ്മൾ പഠിച്ചല്ലോ, സിമ്പത്തറ്റിക് നെർവിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് സിമ്പത്തറ്റിക് നെർവിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന ആ ഭാഗത്ത് നിന്ന് നമ്മുടെ വൂണ്ടുണ്ടായേക്കുന്ന തൊറാസിക് 6 വെർട്ടിബ്രയുടെ ഭാഗത്തേക്ക് സന്ദേശങ്ങൾ വരുന്നുണ്ട്. മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ബി പി കൂട്ടണമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവിടെ ചെന്നിട്ട് അടുത്ത പ്രോസസ്സായ നോറെപ്പിനെഫ്രിൻ സെക്രീറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. അതായത് നോറെപ്പിനെഫ്രിൻ വർക്ക് ചെയ്യേണ്ടതാണ്, പക്ഷെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നാ, അത് സിമ്പത്തറ്റിക് നെർവിലൂടെ സന്ദേശങ്ങൾ പോയാലേ അങ്ങനെ വരത്തുള്ളൂ. നോറെപ്രിൻ സെക്രീറ്റ് ചെയ്ത് വീണ്ടും ബി പി കൂട്ടി ബാരോ റിസപ്റ്റേഴ്സിനെ കൊണ്ട് ബി പി കുറപ്പിക്കുന്ന ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമാണ് ഇവിടെ പൊളിഞ്ഞു പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ട് നോറെപ്പിനെഫ്രിൻ ബോഡിയിലേക്ക്, അതായത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യാനുള്ള മെക്കാനിസം നിന്നു പോകും. അപ്പോൾ സ്വാഭാവികം എന്ത് ചെയ്യും? ബി പി കൂട്ടാനുള്ള മെസ്സേജ് പാസ് ചെയ്യത്തില്ല. അത് സിമ്പത്തറ്റിക് നെർവിലൂടെയാണ് കടന്നു പോകണ്ടേ. അതായത് ബി പി കൂട്ടേണ്ട, അതായത് ബ്ലഡിൻ്റെ സർക്കുലേഷനുകൾ കുറഞ്ഞു, അതുകൊണ്ട് ബി പി കൂട്ടണം, ഹാർട്ട് റേറ്റ് കൂട്ടണം എന്ന സന്ദേശം പോകുന്ന സിമ്പത്തറ്റിക് ലൈന് ഡാമേജ് ഉണ്ടാകുമ്പം അങ്ങനെ പറ്റും. അങ്ങനെയാണ് ഈ ന്യൂറോജനിക് ഷോക്കിൻ്റെ കോംപ്ലിക്കേഷനുകളെല്ലാം വരാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ട് ബി പിയുടെ ഫോഴ്സ് കൂട്ടാനുള്ള സംഭവം പ്രവർത്തിക്കുന്നുമില്ല. എന്നാൽ പാരാസിമ്പത്തറ്റിക് വാസോ ഡയലേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്കിലേക്കുള്ള ബാക്കിയുള്ള ഓട്ടോണമിക് ഫങ്ഷനുകളെല്ലാം നടത്തുന്ന സംഭവത്തിനൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഡൈജഷൻ പരമായുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റായിട്ട് പൊക്കോളും. പക്ഷേ ബി പി കുറയ്ക്കാനുള്ള സന്ദേശം മാത്രമേ ഇതിലൂടെ പോകുന്നുള്ളൂ. ബി പി കൂട്ടാനുള്ള സന്ദേശം ഈ ഇഞ്ചുറിക്ക് മുകളിലേക്ക് പോകുന്നില്ല. മനസ്സിലായി? ഇഞ്ചുറിക്ക് മുകളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പം ആ സിസ്റ്റം മൊത്തം കൊളാപ്സായി. കാരണം ആ സന്ദേശം ബ്രെയിനിലേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ വാസോ ഡയലേഷന് വേണ്ടിയിട്ടുള്ള ഫോഴ്സാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാസോ ഡയലേഷന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്കാണ് ബോഡിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാസോ ഡയലേഷന് വേണ്ടിയിട്ടുള്ള നെറ്റ്വർക്ക് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഹാർട്ടിന് ഒട്ടും ബ്ലഡ് കിട്ടാതെ വന്ന്, വാസോ ഡയലേഷനിലൂടെ ഒട്ടും ബ്ലഡ് കിട്ടാതെ വന്ന്, ലെഫ്റ്റ് ആർട്ടറിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലും ഒട്ടും ബ്ലഡ് കിട്ടാതെ വന്ന് വീണ്ടും സിസ്റ്റമിക് സർക്കുലേഷൻ കൊളാപ്സായി ഓർഗന് ഫെയിലിയർ ഉണ്ടായി ആൾ ഡെത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിമ്പത്തറ്റിക് നെർവിന് ഉണ്ടായേക്കുന്ന ഇഞ്ചുറി കൊണ്ട് മാത്രം സംഭവിച്ചേക്കുന്ന പ്രശ്നമാണ് ഈ ന്യൂറോജനിക് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.